രാഗം തിയേറ്റർ എനിക്ക് ഒരുപാട് എൻ്റെ ഓർമ്മകൾ സ്പെൻഡ് ചെയ്യുന്നൊരു തിയേറ്ററാണ് രാഗം. ഇവിടെയായിരുന്നു എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ വന്നിട്ട് സിനിമകളൊക്കെ കാണാറുണ്ടായിരുന്നു. എനിക്ക് സിനിമാ മോഹം ഉണ്ടാവാനും ഈ ഒരു തിയേറ്റർ ഒരു കാരണമാണ്. ഈ സ്റ്റെപ്പിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴൊക്കെ ആ പഴയ നൊസ്റ്റാൾജിയ ഇടയ്ക്ക് കയറി വരും. കുട്ടിക്കാലത്ത് ഇവിടെ വന്ന് സിനിമ കണ്ടതും ഒക്കെ ഓർമ്മ വരും. രാഗം തിയേറ്ററിലേക്ക് ഞാൻ ആദ്യമായി കടന്നു വന്നൊരു എൻ്റെ ഓർമ്മയിലുള്ളൊരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീമസ് സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് അവിടെ സമരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു ദിവസം സമരം സമയത്ത് ഉച്ചയ്ക്ക് വിട്ടു. പിന്നെ എന്നെ കൊണ്ടുവരുന്ന അച്ഛനായിരുന്നു. അതുകൊണ്ട് നേരത്തെ വിട്ടത് കൊണ്ട് തന്നെ എവിടേക്ക് പോകണമെന്ന് അറിയണ്ടായിരുന്നു. അപ്പം എൻ്റെ സുഹൃത്ത് എന്നെ കൂട്ടി രാഗത്തിലേക്ക് പോയി. കാരണം അവൻ്റെ പാപ്പൻ അവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് റോക്കിൻ്റെ കുറേ കാര്യങ്ങൾ കേട്ടോ. റോക്ക് ആരാന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷേ അന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞ അറിയാം സിനിമയിൽ നടക്കുന്നത് റോക്കിനെ കുറിച്ച് മനസ്സിലായി. ഗേറ്റിൽ സെക്യൂരിറ്റിക്കാരനെ കണ്ടപ്പോൾ ഒന്ന് പകച്ചു പോയി ഞാൻ. എന്നിട്ട് പിള്ളേരെ സ്കൂളിലേ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ പേര് ചോദിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് ഞങ്ങൾ കടത്തി വിട്ടു. രാഗത്തിലെ എൻ്റെ ഓർമ്മയിലുള്ളൊരു സിനിമ എന്ന് പറഞ്ഞാൽ അത് ഈ സിനിമയാണ്, സ്കോർപിയോ കിങ്. റോക്കിൻ്റെ ഫസ്റ്റ് സിനിമ, നായകനായി അരങ്ങേറുന്ന ആദ്യ സിനിമയായിരുന്നു. ഈ പടം തിയേറ്ററിൽ തന്നെ കാണണം. അത് ആ ഒരു രസം ഒന്ന് പറഞ്ഞറിയിക്കാനൊന്നും പറ്റില്ല, അനുഭവിച്ച് തന്നെ വേണം. രാഗത്തിലെ ബെജിൻ ചായയും അന്നത്തെ അത് കിടുമായിരുന്നു. അത് ഇപ്പം ഒന്നും കിട്ടാനില്ല. ന്യൂൺ ഷോ കഴിഞ്ഞ് മാറ്റിനിയുടെ ടിക്കറ്റും കൊടുത്ത് അപ്പച്ചൻ എന്നെ കൂട്ടി വീട്ടിലേക്ക് പോന്നു. ടെർമിനേറ്റർ 3 എൻ്റെ ലൈഫിൽ ഇത്രയും എൻജോയ് ചെയ്തൊരു പടമില്ല. അതേപോലെ തന്നെ ബാബ രജനീകാന്തിന് ഇത്രയധികം ഫാൻസ് ഉണ്ടെന്ന് അറിയുന്നത് ഞാൻ ഈ ഒരു പടത്തിലൂടെയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച് മറ്റൊരു തിയേറ്ററിലേക്ക് പോകരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചൊരു സിനിമയാണ് സ്പൈഡർമാൻ. ഈ പടം ഞാൻ എൻ്റെ പെങ്ങളും കൂടി കണ്ടുള്ളത് അടിപൊളി പടം എന്ന് പറഞ്ഞാൽ അത് തിയേറ്ററിൽ തന്നെ കാണുമ്പോഴുള്ള എക്സ്പീരിയൻസ് അത് വേറെയാണ്. വിജയോട് ആരാധന സ്റ്റാർട്ട് ചെയ്ത് ഈ പടമായിരുന്നു തിരുമല. രാഗത്തിൽ ഞാൻ ഇത്രയധികം ജനങ്ങൾ കൂടി നിന്ന് ഗേറ്റിൻ്റെ പുറത്ത് കയറി ഇത്രയധികം തിരക്കിൽ കാണുന്ന ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജമാണിക്യം. അത് ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു കാലത്ത് പോറിഞ്ചേട്ടൻ്റെ രാഗമായിരുന്നു. അത് മറ്റു കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും ആ രാഗം ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. We